അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ HTML സെലക്ടർ സ്പെസിഫിസിറ്റി ഒക്കെയാണ് പറഞ്ഞിരുന്നത്. ഈ വീഡിയോയിൽ നമ്മൾ ഇൻഹെറിറ്റൻസ് ആൻഡ് ഓവർ റൈഡിങ്, അത് CSSലെ ഭയങ്കര ഇമ്പോർട്ടൻറ്റ് സംഭവങ്ങളാണ്, അതാണ് പറയാൻ പോകുന്നത്. അപ്പോൾ അതിനു മുന്നേ നമുക്ക് ആദ്യം HTMLൻ്റെ ഹൈറാർക്കി ഒന്ന് പരിചയപ്പെടണം ഒന്നുകൂടി, എന്നാലാണ് ഇതെങ്ങനെ വർക്ക് ചെയ്യാന്ന് നമുക്ക് നേരെ മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇതാണ് HTML ഹൈറാർക്കി. HTML എലമെൻറ്റിൻ്റെ ചൈൽഡ് എലമെൻറ്റ്സ് ആണ് ഹെഡും ബോഡിയും. അതിൽ ഹെഡിൽ നമുക്ക് വിഷ്വൽ ആയിട്ടുള്ള ഒന്നും ഹെഡിൽ വരില്ല, അതുകൊണ്ട് നമുക്ക് ബോഡിയിലാണ് ഫോക്കസ് ചെയ്യേണ്ടത്. ബോഡിയിലാണ് നമ്മൾ സ്റ്റൈലിംഗ് ഒക്കെ കൊടുക്കുക. അപ്പോൾ ബോഡിയിൽ നമ്മൾ അതിൻ്റെ സബായിട്ട് വരുന്നത്, അതിൻ്റെ ചൈൽഡ് എലമെൻറ്റ്സ് ആണ് ഈ H1, H2, H3 അങ്ങനെയുള്ള ഹെഡിങ് എലമെൻറ്റ്സ്. അതേപോലെ P ടാഗ്, പിന്നെ div ടാഗ്, അങ്ങനെ ബാക്കിയുള്ള ടാഗ്സ് അതൊക്കെ അതിൻ്റെ ചൈൽഡ് എലമെൻറ്റ്സ് ആണ്. ഇപ്പോൾ നമ്മൾ ഡിവിൻ്റെ ഉള്ളിലാണ് P കൊടുത്തു വെച്ചാൽ ഡിവിൻ്റെ ചൈൽഡ് എലമെൻ്റ് ആണ് P വരിക. അങ്ങനെയാണ് അതിൻ്റെ ഹൈറാർക്കി വരിക. അത് നമ്മൾ ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് അതിൻ്റെ ഹൈറാർക്കി ഉണ്ടാവുക. അപ്പോൾ ഈ ഹൈറാർക്കി അനുസരിച്ചിട്ട് സ്റ്റൈലിങ്ങിന് ഇൻഹെറിറ്റ് ചെയ്യും. അതായത് നമ്മളിപ്പോൾ ഈ ബോഡിക്ക് ഒരു സ്റ്റൈൽ കൊടുത്താൽ, ഇപ്പോൾ ഈ ബോഡിക്ക് ടെക്സ്റ്റ് കളർ നമ്മൾ സ്പെസിഫൈ ചെയ്താൽ ഇതിലെ H1, P അങ്ങനെയുള്ള ടാഗ്സ് ഒക്കെ ആ കളർ ഇൻഹെറിറ്റ് ചെയ്യും, ഈ സ്റ്റൈലിങ് ഇൻഹെറിറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ ബോഡിക്ക് കൊടുത്തതൊക്കെ അതിൻ്റെ ഉള്ളിലത്തെ എലമെൻറ്റ്സിന് അപ്ലൈ ആവും. അപ്പോൾ നമ്മൾ അതിനെ ഉള്ളിലത്തെ എലമെൻറ്റ്സിന് നമുക്ക് വേറെ കളേഴ്സ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഓവർ റൈഡ് ചെയ്യാണ് ചെയ്യുക. ഉള്ളിലത്തെ എലമെൻറ്റ്സിന് നമ്മൾ അതേ പ്രോപ്പർട്ടി തന്നെ ഒന്നുകൂടി വേറെ നമുക്ക് വേണ്ട സ്പെസിഫിക് കളർ അതിന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പാരൻ്റ് എലമെൻറ്റിൻ്റെ ആ പ്രോപ്പർട്ടീനെ ഓവർ റൈഡ് ചെയ്തിട്ട് ചൈൽഡ് എലമെൻറ്റിൻ്റെ പ്രോപ്പർട്ടി ആയിരിക്കും അവിടെ ഡിസ്പ്ലേ ആവും. അപ്പോൾ അത് ഇങ്ങനെ പറഞ്ഞാൽ ചിലപ്പോൾ നേരെ മനസ്സിലായെന്നില്ല. അപ്പോൾ നമുക്കതൊന്ന് ചെയ്തു നോക്കാം. ആദ്യം ഇപ്പോൾ നമ്മൾ ഈ സ്റ്റൈൽസൊക്കെ ഒന്ന് ഒഴിവാക്കാം. ഇപ്പോൾ നമുക്കൊരു H1 ടാഗ് ഉണ്ട്, ഇനി ഒരു P ടാഗ് കൊടുക്കുക. ഇപ്പോൾ നമുക്ക് ഒരു H1ഉം ഒരു P ടാഗും ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ഈ ബോഡി ടാഗിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ ബോഡി ടാഗാണ് നമ്മുടെ പാരൻ്റ് എലമെൻറ്റ്, അതിൻ്റെ ചൈൽഡ് എലമെൻറ്റ്സ് ആണ് ഈ H1ഉം Pയും. അപ്പോൾ നമ്മൾ ഈ ബോഡി ടാഗിന് ഒരു സ്റ്റൈൽ കൊടുക്കുകയാണ് വിചാരിക്കുക. അപ്പോൾ കളർ ബ്ലൂ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബോഡി ടാഗിൻ്റെ ചൈൽഡ് എലമെൻറ്റ്സ് ആയ H1നും Pനും അത് അപ്ലൈ ആവും. അപ്പോൾ നമ്മളിപ്പോൾ ലൈവ് സെർവറിൽ ഓപ്പൺ ചെയ്താൽ നമ്മുടെ H1 ടാഗിനും P ടാഗിനും ഈ ബ്ലൂ അപ്ലൈ ആയിട്ടുണ്ട്. അപ്പോൾ ഇതിന് നമ്മൾ ഈ H1നും Pനും നമ്മൾ സ്പെസിഫൈ ചെയ്തിട്ടില്ല ഇവിടെ, പക്ഷേ ഇതിൻ്റെ പാരൻ്റ് എലമെൻറ്റിൻ്റെ ഇൻഹെറിറ്റ് ചെയ്യുകയാണ് ചെയ്തത്. പക്ഷേ ഇപ്പോൾ നമുക്ക് ഈ H1ന് മാത്രമാണ് ഈ ബ്ലൂ വേണ്ടതെന്നുള്ളൂ വെച്ചാൽ നമുക്ക് ഈ P ടാഗിൻ്റെ വേറെ സ്പെസിഫൈ ചെയ്യാം. അതായത് നമ്മൾ ഈ P ടാഗിന് നമ്മൾ കളർ ഗ്രീൻ കൊടുത്തു. ഇപ്പോൾ ഇവിടെ H1 ടാഗ് ഈ കളർ ഇൻഹെറിറ്റ് ചെയ്തു, നമ്മുടെ P ടാഗിന് നമ്മൾ സ്പെസിഫൈ ചെയ്ത കളറാണ് വന്നിട്ടുള്ളത്. ഇതിലിപ്പോൾ ഉണ്ടാകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ P ടാഗ്, അതായത് ചൈൽഡ് എലമെൻറ്റിന് നമ്മൾ സ്പെസിഫൈ ചെയ്ത ഈ പ്രോപ്പർട്ടി ഇതിനെ ഓവർ റൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് നമ്മൾ പാരൻ്റ് എലമെൻറ്റിന് കൊടുത്തതിനെ ഓവർ റൈഡ് ചെയ്യാണ് ചൈൽഡ് എലമെൻറ്റിൻ്റെ പ്രോപ്പർട്ടി ചെയ്യുന്നത്. അതാണ് നമ്മുടെ H1ന് അത് ഇൻഹെറിറ്റ് ചെയ്തു. നമ്മൾ H1ൻ്റെ ഓവർ റൈഡ് ചെയ്യാൻ ഒന്നും എഴുതിയിട്ടില്ല, അതുകൊണ്ട് കളർ അതേപോലെ വന്നു. പക്ഷെ നമ്മൾ Pയുടെ ഓവർ റൈഡ് ചെയ്യാണ് ചെയ്യുന്നത് കളർ ഗ്രീൻ കൊണ്ട്, അതുകൊണ്ട് ചൈൽഡ് എലമെൻറ്റിൻ്റെ പ്രോപ്പർട്ടിയാണ് അതിൽ ഡിസ്പ്ലേ ആയിട്ടുള്ളത്. അതാണ് ഇൻഹെറിറ്റൻസും അതേപോലെ തന്നെ ഓവർ റൈഡിങ്ങും. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം നമ്മൾ ഇത് അധികം യൂസ് ചെയ്യുന്നതാണ്, ഭയങ്കരമായിട്ട് യൂസ് ചെയ്യുന്ന സംഭവമാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെ എക്സ്റ്റേണൽ ആയിട്ട് നമുക്ക് ഒരു CSS ഫയൽ ക്രിയേറ്റ് ചെയ്യാം, അതെങ്ങനെ HTMLലേക്ക് ലിങ്ക് ചെയ്യാം എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ സ്റ്റൈൽ ടാഗിനുള്ളിലാണ് കൊടുത്തത്. ഇതിപ്പോൾ കുറേ സ്റ്റൈലിംഗ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒക്കെ HTML ടാഗിൻ്റെ ഉള്ളിൽ തന്നെ ആവുമ്പോൾ അതൊരു ക്ലട്ടർ ആവും. അത്
അണ്ടർസ്റ്റാൻഡ് ചെയ്യാനൊക്കെ കുറച്ച് പണിയാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളൊരു CSS ഫയൽ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ആ ഫയൽ ന്യൂ ഫയൽ കൊടുത്തിട്ട് അതിലിപ്പോൾ നമ്മൾ style.css ആണ് അതിൻ്റെ എക്സ്റ്റൻഷൻ. എന്നിട്ട് നമ്മൾ ഈ സ്റ്റൈലിനുള്ളിലുള്ളത് ഇതൊക്കെ കട്ട് ചെയ്തിട്ട് നമുക്ക് ഇവിടെ പേസ്റ്റ് ചെയ്യാം. എന്നിട്ട് ഈ സ്റ്റൈൽ ടാഗ് നമുക്ക് റിമൂവ് ചെയ്യാം. ഈ കമൻറ്റ് ഒന്ന് ജസ്റ്റ് റിമൂവ് ചെയ്യാം. ഇനി നമ്മൾ നോക്കിയാൽ അതൊന്നും അതിൽ അപ്ലൈ ആയിട്ടുണ്ടാവില്ല. കാരണം ഇത് നമ്മൾ സെപ്പറേറ്റ് ഫയലാണ്. ആ ഫയൽ ഈ HTML ഫയലുമായിട്ട് ഇപ്പോൾ ഒരു ബന്ധമില്ല. ഇത് നമ്മൾ ലിങ്ക് ചെയ്തിട്ടൊന്നുമില്ല. ഇത് ലിങ്ക് ചെയ്താൽ മാത്രമാണ് ഈ സ്റ്റൈൽസിന് നമ്മുടെ ഈ CSS ഫയലിൽ റെഫറൻസ് ചെയ്യാമെന്ന് HTML മനസ്സിലാവുള്ളൂ. അപ്പോൾ ലിങ്ക് ചെയ്യൽ നമ്മുടെ ഹെഡ് ടാഗിൻ്റെ ഉള്ളിലാണ് നമ്മൾ ലിങ്ക് ചെയ്യുക. അപ്പോൾ ഹെഡ് ടാഗിൻ്റെ ഉള്ളിൽ നമ്മൾ ലിങ്ക് പറഞ്ഞൊരു ടാഗ് കൊടുക്കുകയാണ്. ലിങ്കിൻ്റെ ഉള്ളിൽ ചെയ്യാനുള്ള 2 ആട്രിബ്യൂട്ട്സ് ആണ്, ഒന്ന് റെല്ലും ഒന്ന് hrefഉം. അതായത് ഈ റെല്ലിനുള്ളിൽ നമ്മൾ കൊടുക്കേണ്ടത് സ്റ്റൈൽ ഷീറ്റ് എന്നാണ്. അതായത് നമ്മൾ സ്റ്റൈൽ ഷീറ്റാണ് ഇമ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ റെൽ ഈക്വൽ ടു സ്റ്റൈൽ ഷീറ്റ് എന്ന് കൊടുക്കുക. ഇനി href ഈക്വൽ ടു പറഞ്ഞാൽ നമ്മൾ റെഫറൻസ് ചെയ്യാനുള്ള ഫയലിൻ്റെ പാത്താണ് കൊടുക്കേണ്ടത്. അപ്പോൾ // ഇതേ ഫോൾഡറിലായതുകൊണ്ട് /style.css അല്ലേ, style.css സെലക്ട് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഇത് ക്ലോസ് ചെയ്യാം, ഈ ടാഗ്. ഇപ്പോൾ നമ്മൾ CSS ലിങ്ക് ചെയ്തിട്ടുണ്ട് ഈ HTML-ഉമായിട്ട്. അപ്പോൾ നമ്മുടെ HTML ഫയൽ ഇനി ഈ CSS ഫയലിൽ നോക്കിയിട്ടാണ് നമ്മുടെ സ്റ്റൈൽസ് എടുക്കുക. അപ്പോൾ നമ്മൾ ഇനി ഒന്ന് ബ്രൗസർ ഓപ്പൺ ചെയ്ത് നോക്കിയാൽ നമ്മുടെ സ്റ്റൈൽസ് അപ്ലൈ ആയത് കാണാം. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ എക്സ്റ്റേണൽ CSS ഫയൽ HTML-ലേക്ക് ലിങ്ക് ചെയ്യുക. നമ്മൾ അധികം ഇങ്ങനെയാണ് ചെയ്യുക. അപ്പോൾ ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഈ ലിങ്കിങ്. അപ്പോൾ ഇനി കുറച്ച് CSS പ്രോപ്പർട്ടീസൊക്കെ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം.